ഹായ്, ഞാൻ ഈ ഒരു സ്ഥലം കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് എറണാകുളം കാക്കനാട് ചെമ്പൂമുക്കിലുള്ള ഒരു റോഡാണ്. ഈ അടുത്ത് ഇടിഞ്ഞു പോയതാണ്. അതായത് ഇത് അട്ടിപ്പേറ്റി നഗർ റോഡ് എന്ന് പറയും. അത് അസീസി പബ്ലിക് സ്കൂളുണ്ട്, അങ്ങോട്ട് പോകുന്നൊരു വഴിയും കൂടിയാണ്. അപ്പോൾ ഈ കാണുന്ന പുഴയെന്ന് പറഞ്ഞാൽ ചെറുമുറ്റപ്പുഴക്കരയാണ്. അതായത് നമ്മുടെ ഇടപ്പള്ളി ലുലു മാളിൻ്റെയൊക്കെ സൈഡിൽ കൂടി പോയേക്കണ ആ ഒരു പുഴ അല്ലെങ്കിൽ തോട് തന്നെയാണ് ഇതും ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടി പോയാണ്. അപ്പോൾ ഇതിന് പണ്ട് നല്ല വീതി ഉണ്ടായതാണെന്ന് കേൾക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റോഡ് ഈ അടുത്ത കാലത്ത് ഇടിഞ്ഞു പോവുകയുണ്ടായി. ശേഷം പണിതൊരു ഭിത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് പണി നടക്കുമ്പോൾ ഞാൻ എടുത്ത വീഡിയോയാണ്. ഇത് പണിതട്ടോ മാസങ്ങൾ പോലും ആയില്ല, മര്യാദക്ക് കുറച്ച് മാസങ്ങളുടെ ഇടയിലായി ഇടിഞ്ഞു പോകണേന്ന്. അപ്പോൾ ഇടിഞ്ഞു പോയതെന്ന് വെച്ചാൽ ഇത് എങ്ങും ഉണ്ടാവാതിരിക്കട്ടെ. പലരും പല അഭിപ്രായങ്ങൾ പറയണം, അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരാൾ 35 ലക്ഷം രൂപയുടെ ഒരു കൊട്ടേഷനാണിത്. 35 ലക്ഷം രൂപ പോയെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയണത് 35 ലക്ഷത്തിൻ്റെ 3 കൊട്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 കോടിയുടെ ഇതാണ് ബഡ്ജറ്റിൽ ചെയ്ത സാധനമാണ് ഇടിഞ്ഞു പോയെന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം പല അഭിപ്രായങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. നമുക്കത് അധികാരികമായിട്ട് പറയണമെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പുറത്ത് വന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ. പിന്നെ അതുപോലെ ഇത് അന്ന് ഉദ്യോഗസ്ഥർ ഇടിഞ്ഞു പോയതിന് ശേഷം ഉദ്യോഗസ്ഥർ വന്ന് ചെക്ക് ചെയ്യണ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. ആ വീഡിയോ കാണിച്ചത് ഈ ഇടിഞ്ഞു പോയ ടൈമിൽ അടുത്തുള്ള ഒരു സെക്യൂരിറ്റി പറഞ്ഞതെന്ന് അറിയാം, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെയൊക്കെ അവിടെ മീൻ കെട്ടുകളില്ലേ, അങ്ങനെയുള്ള കെട്ടുകളാണ്. അവിടെ പോലും വലിയ വണ്ടികൾ പോകണോടത്ത് ഇതേപോലെയുള്ള കാര്യങ്ങൾ പണിതിട്ട് ഒന്നും സംഭവിക്കണില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, 2025 ഈ ഒരു സാധനം പോലും മര്യാദക്ക് ചെയ്ത് വിടാൻ ഇവർക്കൊന്ന് ഉദ്യോഗസ്ഥർക്കൊന്ന് അറിഞ്ഞു തുടങ്ങി എന്തിനാണ് ഇവരൊക്കെ ഈ ജോലിയിൽ നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് സങ്കടവും ചിരിയും കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ള കാരണം അതല്ലത്. ഈ പൈപ്പൊക്കെ കണ്ട ഇത് ആ ഒരു ഏരിയയിലുള്ളവരെല്ലാവരും കുടിവെള്ളം മുടങ്ങിയ ഒരു സമയം വരുന്നത്. ഒരാഴ്ച 1.5 വെള്ളം കിട്ടിയില്ല ആ ഏരിയയിലുള്ളവർക്ക്. അപ്പോൾ ഇനിയും ഒരു അപകടം ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഈ റോഡ് പണിതത് ഇടിഞ്ഞെന്ന് പറഞ്ഞില്ല, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നോക്കി ആ ഭിത്തി, അതായത് ആ സെൻറ്റ് മൈക്കിൾസ് ചർച്ച് സ്കൂൾ ഹാളിൻ്റെ ആ ഭിത്തിയാണ് കാണുന്നത്. ആ ബിൽഡിങ്ങിന് ഇടിയാൻ വേണ്ടി ഇവർ കാത്തിരിക്കുന്നതാണ്. കാരണം മഴയത്ത് വന്നേക്കണം. നോക്കി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി നടക്കുന്നുണ്ടായിരുന്നു. തെങ്ങിന്തടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അതെന്തോ 2 ആഴ്ച കൂടുമ്പോൾ ഒരു 4 മണിക്കൂർ പണി. അങ്ങനെ എനിക്കറിയില്ല എന്താ ഇവിടെ സംഭവിക്കണമെന്ന്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് കേട്ടില്ല. ആ ഏരിയയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടിവെള്ളം മുട്ടും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നത്. ഇത് നോക്കി ആ ഒരു ബിൽഡിങ്, അതായത് ജിയോജിത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ആ സെൻറ്റ് മൈക്കിൾസ് ചർച്ച് സ്കൂൾ ഹാള്, അത് മിക്കവാറും ഇങ്ങനെ പോയാൽ അതും കൂടി ഇടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പറ്റ വരെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് കഴിഞ്ഞു ഏകദേശം. അവിടെ നിൽക്കുന്ന പോസ്റ്റ് വരെ അപകടത്തിലാണ്. ആ ഏരിയയിലുള്ള എല്ലാവരും കരണ്ട് പോവും, കുടിവെള്ളം മുട്ടും. ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ അനുഭവിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് പ്രതികരിക്കാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എല്ലാവരും കൂടി നേരത്തെ ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു വെള്ളം നല്ല ഫോഴ്സിൽ വന്നൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന്, ആ കല്ലിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ ഇതേപോലെയാണ് അവിടെ തള്ളി വന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ വ്യക്തമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. നാട്ടുകാരുടെ കാശ് കൊണ്ടുപോയി വെള്ളത്തിലാക്കി നാട്ടുകാരെയും ബുദ്ധിമുട്ടിലാക്കി. ഇപ്പോൾ എത്രയോ നാളായി ഇത് ഇടിഞ്ഞിട്ട്, രണ്ടാമത്തെ ഈ പണിത സാധനം ഇടിഞ്ഞിട്ടും വെറുതെ ഇത്ര നാളായി ഇങ്ങനെ കിടക്കണം. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അടുത്താൾക്ക് പാസ് ചെയ്യാനാണ്. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പരിപാടികൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും നമ്മുടെ ഉദ്ദേശം ഇതാണ്. ഇത് ആ ബിൽഡിങ്ങിനും കേടുവരരുത്, നേരെ മറിച്ച് ഇവിടെ മറ്റുള്ളവർക്ക് കുടിവെള്ളവും മറ്റൊരു നഷ്ടം ഇല്ലാതാവരുത്. അതിന് വേണ്ടിയാണ് ഇവിടെ തെങ്ങും തടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്ക് എന്തോ കോരെ തെങ്ങും തടി വെച്ച് അല്ലെങ്കിൽ കുറച്ചൊരു 4 മണിക്കൂറൊക്കെ ആയിട്ട് പണിയെടുക്കേണ്ടത്. എന്താണ് ഒരു ഐഡിയ ഇതിനെ കുറിച്ച് ആരും ഒരു വ്യക്തമായ ഒരു ആൻസർ ഇല്ല. ഇവിടെ ഉള്ളവരൊക്കെ ഇതിൻ്റെ ഭരണത്തിലിരിക്കണം, അല്ലെങ്കിൽ ഈ കൗൺസിലർമാരൊക്കെ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കണം. ഓരോ കാര്യങ്ങൾ അറിയിക്കേണ്ട ജനങ്ങളാണ്. ഇത് നോക്കി ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തെങ്ങും തടി വരത്തേക്കണോടത്തൊക്കെ മതിലൊക്കെ ഇടിഞ്ഞ് കിടക്കണ കേട്ടാ. ഇനിയിപ്പോൾ ഇത് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ, അതായത് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ മതിലാണെന്ന് കാണിച്ചത്. ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അപ്പുറത്തേക്ക് നീങ്ങിയിരിക്കണമെന്ന് ഓർക്കുള്ളൂ. അത് ഇടിഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കണായിട്ടുണ്ട്. ഇത് ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വന്നേക്കണ ലെവലിയാണെന്ന് കാണിച്ചു തരാം. റോട്ടിൽ നിന്ന് വന്നേക്കണത് നോക്കി ഇങ്ങനെ വന്നിട്ട് അപ്പുറം വരെയുള്ള മതിൽ ഇടിഞ്ഞു പോയി. ഇനി ആ ബിൽഡിങ്ങും അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷെഡും ഉണ്ട്, അതും പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ പോസ്റ്റൊക്കെ അപകടത്തിലാണ്, അവിടെ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ ആ വഴിയിലേക്കുള്ള എല്ലാവരും കൂടി വെള്ളം മുട്ടും. അത് ഓൾറെഡി അവരൊരു 1.5 ആഴ്ച അന്ന് വെള്ളം കിട്ടാനാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇവിടെ ഒരു കാണുള്ളതാണെങ്കിൽ ഇതാണ് അവസ്ഥ. നോക്കി ഞാൻ കാണിച്ചു തരാം. ഇത് മതി ചിലപ്പോൾ ഒരു കുടുംബത്തിലൊരു ഒരു കുടുംബം പട്ടിണിയാവാൻ ചിലപ്പോൾ ഈ ഒരു കുഴി മതിയാവും. ഇവിടെ തന്നെ ഈ റോഡിനോട് ചേർന്ന് തന്നെയുള്ളൊരു കാണയുടെ സ്ലാബ് ഇടിച്ച് നടക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥയാണെന്ന് നോക്കിയേ. ഈ ഒരു വീഡിയോ ആരെ കളിയാക്കാനോ മറ്റൊന്നുമില്ല. ഇത് ആൾക്കാർ അറിയണം, ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം വന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോകും, ഇല്ലാതെ വരും. പിന്നെ കുടിവെള്ളം മെയിൻ സാധനമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ, ഇപ്പോൾ പോസ്റ്റാണെങ്കിലും മറിഞ്ഞു വീണും വല്ല ഇലക്ട്രിക്കൽ ലൈനൊക്കെ ഉള്ളതാണ്. എന്താണോ സംഭവിക്കാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാതെ, ഇപ്പോൾ പല സ്ഥലത്തും കാണാറുണ്ടല്ലോ, റോഡിൽ കുഴിയുണ്ടെങ്കിൽ അതിനകത്ത് വീണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശരിയാക്കുകയുള്ളൂ. അങ്ങനെയല്ലല്ലോ. ആ കൈയോടെ ഈ കൗൺസിലർമാർ ഇവരെന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണം. ഈ നാട്ടിലുള്ള ആൾക്കാരോട് അവിടെ എത്രയോ ഇതുണ്ട്, അവരൊന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരുന്ന് എങ്ങനെ ഉണ്ടാവും?
അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകരുത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇല്ലാത്ത പക്ഷേ ഇമാതിരി കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക നിങ്ങൾ. മനസ്സിലായി? കൗൺസിലർമാരാവണവർ ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന, അല്ലെങ്കിൽ എന്താണ് വ്യക്തമായ ഒരു ധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് അവിടുത്തെ പാസ്സാവാത്തതിനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഒരു അപകടത്തിലാണെന്നുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്ക് തന്നു, ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും ആലോചിക്കേ. അതുകൊണ്ട് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് അത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ എന്താണ്, ഇത് ആരും ഞാൻ പറഞ്ഞില്ലേ, ആരും ദ്രോഹിക്കാനല്ല, നേരെ മറിച്ച് ഈ ഒരു അപകടം ഉണ്ടാവണതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. എന്നെക്കൊണ്ടാവണത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട അല്ലെങ്കിൽ അറിഞ്ഞ സാധനങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ.